ഗംഗ റസിയ എന്ന സ്ത്രീയെ മനസ്സിലാക്കുകയും അതുവഴി അക്ബറിന് മോചിതനാവാനുള്ള വിരലടയാളം നൽകുകയും ചെയ്യുന്നു. അങ്ങനെ അക്ബർ ജയിൽ മോചിതനായി ഗംഗയെ കാണാൻ കുടുംബസമേതം എത്തുന്നു. ഇവിടെയാണ് പെരുമഴക്കാലം എന്ന സിനിമ അവസാനിക്കുന്നത്. ഇനി വർഷങ്ങൾക്ക് ശേഷം സിനിമയ്ക്കപ്പുറം ഇവരുടെയൊക്കെ ജീവിതം എങ്ങനെയായിരിക്കുമെന്ന് നമുക്കൊന്ന് നോക്കാം. കാലം കടന്നുപോയിരിക്കുന്നു. ഗംഗയും റസിയയും വാർദ്ധക്യത്തിലേക്ക് കടന്നവരാണ്. അക്ബർ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയെങ്കിലും സമൂഹം അദ്ദേഹത്തെ പൂർണ്ണമായും അംഗീകരിച്ചിട്ടില്ല. ഒരു തെറ്റ് ചെയ്ത മനുഷ്യൻ ജീവിതകാലം മുഴുവൻ അതിന്റെ ശിക്ഷ അനുഭവിക്കേണ്ടി വരുന്ന സാമൂഹിക യാഥാർത്ഥ്യമാണ് അയാളുടെ മൊത്തം ജീവിതം. അക്ബറിന്റെയും റസിയയുടെയും മകൾ ആയിഷ ഇന്ന് വളർന്ന് ഒരു യുവതിയായി മാറിയിരിക്കുന്നു. പഠനം പൂർത്തിയാക്കിയ ആയിഷ ഒരു അഭിഭാഷകയാണ്. മനുഷ്യാവകാശ വിഷയങ്ങളിൽ പ്രവർത്തിക്കുന്ന അവൾ മതത്തിന്റെയും ജാതിയുടെയും പേരിൽ മനുഷ്യരെ വേർതിരിക്കുന്ന നിയമങ്ങളെയും സാമൂഹിക ചട്ടങ്ങളെയും ചോദ്യം ചെയ്യുന്ന ഒരാൾ കൂടിയാണ്. സത്യത്തിൽ ആയിഷ വല്ലാത്തൊരു ട്രോമയിലൂടെയാണ് വളർന്നു വന്നത്. കൊലപാതകിയുടെ മകൾ എന്നാണ് ചെറുപ്പം തൊട്ടേ ആയിഷയ്ക്ക് നാടും നാട്ടുകാരും കൊടുത്ത പേര്. തന്റെ ഉപ്പ അക്ബർ ഒരു കൊലപാതകി അല്ലെന്നവൾക്ക് ലോകത്തോട് വിളിച്ചു പറയണമെന്ന് തോന്നിയാലും ശരി, ലോകം അവളെ കേൾക്കില്ല എന്ന തോന്നൽ കാരണം അവൾ എല്ലായ്പ്പോഴും സൈലന്റ് ആയിരുന്നു. അഗ്രഹാരത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഗംഗയെ കാണാൻ അക്ബറും കുടുംബവും 1-2 തവണയൊക്കെ പണ്ടവിടെ പോയിരുന്നെങ്കിലും തങ്ങളുടെ സാന്നിധ്യം ഗംഗയ്ക്ക് ബുദ്ധിമുട്ടാണെന്ന് മനസ്സിലാക്കിയതിൽ പിന്നെ അവരവിടെ പോയിട്ടില്ല. പഴയതെല്ലാം ഓർമ്മിപ്പിച്ച് ഗംഗയെ ബുദ്ധിമുട്ടിക്കേണ്ട എന്ന തീരുമാനമാണ് അവരെ കൊണ്ട് അങ്ങനെ അകന്നു നിൽക്കാൻ പ്രേരിപ്പിച്ചത്. ഗംഗയുടെ മകൾ ഒരു ഡോക്ടറാണ്. രോഗിയുടെ മതമോ ജാതിയോ ഒന്നും നോക്കാതെ ജീവൻ രക്ഷിക്കുക എന്നതാണ് അവളുടെ പോളിസി. അഗ്രഹാരത്തിൽ പഴയ തലമുറയുടെ ചിന്താഗതികൾ ഇന്നും ശക്തമാണ്. ഗംഗ അക്ബറിന് മാപ്പ് നൽകിയ കാര്യം ചിലർ ഇന്നും അംഗീകരിച്ചിട്ടില്ല. ഒരിക്കൽ യാദൃശ്ചികമായാണ് ഒരു ട്രെയിൻ യാത്രക്കിടയിൽ വെച്ച് ഗംഗയുടെയും റസിയയുടെയും പെൺമക്കൾ വീണ്ടും കണ്ടുമുട്ടുന്നതും പരിചയപ്പെടുന്നതും. പരസ്പരം ആരാണെന്നറിയാതെയാണ് അവർ തമ്മിൽ സൗഹൃദം തുടങ്ങിയതെങ്കിലും കൂടുതൽ അടുത്തപ്പോൾ അവർക്ക് തമ്മിൽ എളുപ്പത്തിൽ മനസ്സിലായി. പക്ഷേ ആ തിരിച്ചറിവ് അവരെ അകറ്റിയില്ല. ആയിഷയുടെ ഉപ്പാക്കി പറ്റിയ കയ്യബദ്ധമാണ് തന്റെ അച്ഛന്റെ മരണകാരണമെന്ന് ഗംഗയുടെ മകൾക്ക് വ്യക്തമായി തന്നെ അറിയാമായിരുന്നു. ആ അറിവിന്റെ പക്വതയോടെ തന്നെയാണ് ഗംഗയുടെ മകൾ ആയിഷയോട് സംസാരിച്ചത്. അങ്ങനെ ഒരു ദിവസം അക്ബറിന് ഗുരുതരമായ അസുഖം ബാധിക്കുന്നു. അപൂർവമായ ശസ്ത്രക്രിയ ആവശ്യമാണ്. അക്ബറിനെ കുറിച്ച് വേവലാതിപ്പെട്ട ആയിഷ സഹായത്തിനായി വിളിക്കുന്നത് ഗംഗയുടെ മകളെയാണ്. ഗംഗയുടെ മകൾ അയാളെ കൈവിട്ടില്ല. ഒരിക്കൽ തന്റെ അച്ഛന്റെ ജീവൻ നഷ്ടപ്പെടാൻ കാരണമായ അതേ മനുഷ്യന്റെ ജീവൻ രക്ഷിക്കേണ്ട അവസ്ഥയിലാകുന്നു ആ മകൾ എന്ന്. ജീവിതം വീണ്ടും ഒരു ധാർമ്മിക പരീക്ഷണം മുൻപിൽ വെക്കുന്നു. അങ്ങനെ ഗംഗയുടെ മകളുടെ നേതൃത്വത്തിൽ നടക്കുന്ന ശസ്ത്രക്രിയ വിജയകരമാകുന്നു. ഒടുവിൽ ആശുപത്രിയിൽ കിടക്കുന്ന അക്ബറിനെ കാണാൻ വർഷങ്ങൾക്ക് ശേഷം ഗംഗ എത്തുന്നു. തന്റെ മകൾ പറഞ്ഞാണ് അക്ബറിനെ കാണാൻ ഗംഗ വരുന്നത്. അവിടെ വെച്ച് റസിയയും ഗംഗയും വീണ്ടും ഒരിക്കൽ കൂടി കണ്ടുമുട്ടുന്നു. പക്ഷേ അവരിൽ വിദ്വേഷമില്ല, വെറുപ്പില്ല, സ്നേഹം മാത്രമാണ് നിലനിൽക്കുന്നത്. വർഷങ്ങളായി മനസ്സിൽ അടിഞ്ഞുകൂടി കിടക്കുന്ന വേദനയെക്കുറിച്ച് ഇരുവരും തുറന്നു സംസാരിക്കുന്നു. ദിവസങ്ങൾ മുൻപോട്ട് പോകുന്നു. ഇതിനിടെ അവരുടെ മക്കൾ പഴയ സംഭവങ്ങളുടെ യഥാർത്ഥ ചരിത്രം രേഖപ്പെടുത്തി ഒരു പുസ്തകമാക്കാൻ തീരുമാനിക്കുന്നു. പക്ഷേ അതൊരിക്കലും പ്രതികാരത്തിന്റെ കഥയല്ല, ക്ഷമയുടെയും സ്നേഹത്തിന്റെയും ശക്തിയെക്കുറിച്ചുള്ള കഥയാണ്. അഗ്രഹാരവും മുസ്ലിം പള്ളിയും ചേർന്ന് ആദ്യമായി ഒരു സംയുക്ത സാംസ്കാരിക സമ്മേളനം സംഘടിപ്പിക്കുന്നു. അവിടെ ഗംഗയും റസിയയും ഒരേ വേദിയിൽ ഇരിക്കുന്നു. ഒരിക്കൽ തമ്മിൽ സംസാരിക്കാൻ പോലും അനുവദിക്കാതിരുന്ന സമൂഹം ഇന്ന് അവരുടെ ജീവിതത്തിൽ നിന്ന് പാഠം പഠിക്കുന്നു. വർഷങ്ങൾ കുറച്ചുകൂടി മുൻപോട്ട് പോകുന്നു. ഇന്ന് ഗംഗയുടെ പേരക്കുട്ടിയും റസിയയുടെ പേരക്കുട്ടിയും മഴയിൽ നനഞ്ഞു കളിക്കുകയാണ്. ആ മഴ ഒരിക്കലും പഴയ ദുരന്തത്തിന്റെ പ്രതീകമല്ല, പുതിയ പ്രതീക്ഷകളുടെ അടയാളമാണ്. അകലെ നിന്നു നോക്കുന്ന ഗംഗയും അക്ബറും റസിയയും ആ കുട്ടികളുടെ കളികൾ കണ്ട് പുഞ്ചിരിക്കുന്നു.